ഹായ്, എല്ലാവർക്കും നമസ്കാരം. എക്സ്ട്രാ കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എക്സ്ട്രാ കാർസിന്റെ പുതിയ സ്റ്റോക്കിലേക്ക് വന്ന 3 അതിഥികളെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ടൊയോട്ട വാഹന നിർമ്മാതാക്കളുടെ തുറുപ്പുചീട്ട് തന്നെയാണ് ഫോർച്യൂണർ എന്ന് എടുത്തു പറയാം. അതിന് നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ വാഹനത്തിന്റെ റീസെയിൽ വാല്യൂ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ഫോർച്യൂണർ. അതുപോലെ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ്, ടൊയോട്ട ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നമുക്ക് വളരെ റിലയബിൾ ആണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ യൂട്ടിലിറ്റി ആൻഡ് കംഫർട്ട്, ഈ 3 കാരണങ്ങൾ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം. ഇന്ന് അവതരിപ്പിക്കുന്നത് ഫോർച്യൂണറിന്റെ 3 വ്യത്യസ്ത മോഡലുകളാണ്. നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. 82,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിരിക്കുന്നത്. 4x4 ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അതുപോലെ 2019 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. 87,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. 4x4 ഓപ്ഷൻ തന്നെയാണ് വാഹനം. ഓട്ടോമാറ്റിക് ആണ് വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ വരുന്നത്. അതുപോലെ 2022 വന്ന വ്യത്യസ്തയോടുകൂടി വന്ന കുറച്ച് ചേഞ്ചസോട് കൂടി വന്ന ഒരു മോഡലാണ്. 2022 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. 46,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. 4x2 ഓട്ടോമാറ്റിക്. വാഹനത്തിന്റെ ഫീച്ചേഴ്സും മറ്റും ഡീറ്റെയിൽസിലോട്ടും നമുക്ക് കടക്കാം. 2018, 19 21 വന്നേക്കുന്ന ചേഞ്ചസും എല്ലാം നമുക്കൊന്ന് നോക്കി വരാം. നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് 2018 4x4 ഓട്ടോമാറ്റിക്കിനാണ്. അതിന്റെ വിശേഷങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എടുത്ത് പറയേണ്ടത് അതിന്റെ ഗ്രിൽ പോർഷൻ നോക്കുകയാണെങ്കിൽ ക്രോം എലമെന്റ്സ് ആണ് വരുന്നത് വാഹനത്തിന്. 2018 4x4 വാഹനമാണ്, ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അതുപോലെ നമുക്ക് ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ക്യാരക്ടർ ലൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു മിറർ യൂണിറ്റ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ക്രോം എലമെന്റ്സ് നമുക്ക് അതിൽ നമുക്ക് സൈഡിലായിട്ട് ആവരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാം. അതിൽ നമുക്ക് സിൽവർ ഫിനിഷിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു എയർ ഡാം യൂണിറ്റ്സ് പോലെയുള്ള ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നുണ്ട് വാഹനത്തിന്. അത് കുറച്ചുകൂടി വാഹനത്തിന് ഭംഗിയേറുന്നു. അതുപോലെ ഈ വാഹനത്തിന് നമുക്ക് 360 ഡിഗ്രി ക്യാമറ അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വേരിയന്റ് ആണ്. അത് അഡീഷണൽ കസ്റ്റമൈസേഷൻ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രണ്ടിൽ ഒരു ക്യാമറ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. വാഹനത്തിന്റെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് 18 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. വിത്ത് അലോയ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് റിയർ വ്യൂ മിറർ വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഒരു ക്യാമറ യൂണിറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ ചെയ്തേക്കുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അതുപോലെ ഒരു ഡോർ വൈസർ യൂണിറ്റ് അഡീഷണൽ ചെയ്തേക്കുന്നു. അതിലൊരു ക്രോം യൂണിറ്റ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു റൂഫ് റെയിൽ വരുന്നുണ്ട് വാഹനത്തിന്. സൈഡിൽ നമുക്ക് ക്രോം ഡോർ ഹാൻഡ്സ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് കീലെസ് എൻട്രി ആണ് വരുന്നത് വാഹനത്തിന്. 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കയറാനൊക്കെ എളുപ്പത്തിന് ഒരു സൈഡ് സ്റ്റെപ്പ് കൂടി നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബീഡിങ് പ്രൊട്ടക്ഷൻ വാഹനത്തിന്റെ സൈഡിലായിട്ട് വരുന്നുണ്ട്. ഓവറോൾ നമുക്ക് അതിന്റെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ വളരെ SUV-യുടെ ഒരു ഫീല് നമുക്ക് നൽകുന്നത് അതിന്റെ സൈഡ് വ്യൂ തന്നെയാണ്. വാഹനത്തിന്റെ പിൻവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ടൊയോട്ട ഫോർച്യൂണർ നൽകിയിരിക്കുന്നത്. നമുക്ക് സ്പോയിലർ യൂണിറ്റ് കാണാം. അതുപോലെ ഷാർക്ക് ഫിൻ ആന്റിനാസ് വരുന്നുണ്ട്. സ്റ്റോപ്പ് മൗണ്ടഡ് ലാംപ്സ് വരുന്നുണ്ട്. റിയർ ഡീഫോഗർ വിത്ത് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫോർച്യൂണറിന്റെ ഒരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാഡ്ജിങ് കാണാം. ലോഗോ കാര്യങ്ങളെല്ലാം സെൻറ്ററിൽ വരുന്നുണ്ട്. ടെയിൽ ലൈറ്റ്സ് ആണെങ്കിലും നമുക്ക് ക്രോം യൂണിറ്റ്സോട് കൂടിയ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്സ് ആണ് വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ ക്യാമറയുടെ ഒരു യൂണിറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് സെൻസറിന്റെ യൂണിറ്റ്സ് ബമ്പറിലായിട്ട് കാണാം. നമുക്ക് ഒരു സിൽവറിന്റെ ഒരു ക്രോം പ്രൊട്ടക്ഷൻ നമുക്ക് ഈ വാഹനത്തിന് അഡീഷണൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു അടിയിലായിട്ട് ഒരു സിൽവർ ഫിനിഷിംഗിലുള്ള ഒരു സ്കിപ്പ് പ്ലേറ്റ് കൂടെ വാഹനത്തിന് നൽകിയിരിക്കുന്നു. വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് ലോങ് പോകുന്ന സമയത്തും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് വാഹനത്തിന് ഉള്ളത്. ഇപ്പോൾ 7 മെമ്പേഴ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 300 ലിറ്ററോളം ബൂട്ട് സ്പേസ് നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ നമുക്ക് ലോങ് പോകുന്ന സമയത്ത് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റീസ് വാഹനത്തിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് ഓപ്പണിംഗ് ആണ് വരുന്നത്. നമുക്ക് ക്ലോസിങ് അതുപോലെ തന്നെ ഇലക്ട്രിക് തന്നെയാണ് വാഹനത്തിന് വരുന്നത്. 2018 4x4 ഓട്ടോമാറ്റിക് വാഹനത്തിന്റെ ഇന്റീരിയറാണ് നമ്മൾ കാണുന്നത്. വളരെ ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിൽ തന്നെയാണ് വാഹനം യൂസ് ചെയ്തിരുന്നത്. അതുപോലെ നമുക്ക് സ്റ്റിയറിംഗിലുള്ള ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്.
ക്ലസ്റ്റർ യൂണിറ്റ്സ് കാര്യങ്ങളിലൊന്നും വ്യത്യാസമില്ല. നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിൽ വന്നേക്കുന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി ക്യാമറ എന്റർടൈൻമെന്റ് സിസ്റ്റം ഫുള്ളായിട്ട് ഇതിൽ മാറിയിട്ടുണ്ട്. അതായത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 360 ഡിഗ്രി സറൗണ്ടിങ് ക്യാമറയാണ് വാഹനത്തിന് വരുന്നത്. അതുപോലെ കുറച്ചുകൂടി വാഹനത്തിന് യൂട്ടിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 4x4 ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റൈഡിങ് കംഫർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫ് റോഡ് സമയത്തൊക്കെ കിട്ടുന്നുണ്ട്. അതിനൂടെ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് റിയൽ ടൈം 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് ആവശ്യമാവുന്ന സമയത്ത് മാത്രം നമുക്ക് 4x4 യൂസ് ചെയ്താൽ മതി. അല്ലാത്ത സമയത്ത് വാഹനം 2 വീൽ ഡ്രൈവിൽ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം മൈലേജ് കാര്യങ്ങളിലൊന്നും ഡ്രോപ്പ് വരുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് നമുക്ക് ഈ 4 വീൽ ഡ്രൈവിൽ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വാഹനം എന്ന് തന്നെ പറയാം. എങ്കിലും കുറച്ച് അഡീഷണൽ ഫിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട്. സീറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിലും ബ്രൗൺ കളറിൽ വരുന്ന ഒരു ടാൻ ഫിനിഷിംഗ് ആണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ വരുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് വളരെ നീറ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. (2019) മോഡൽ 4x4 ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. 87,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് 4x4 തന്നെയാണ്. നേരത്തെ പരിചയപ്പെട്ട അതേ മോഡൽ തന്നെയാണ് നമ്മൾ ഇതിലും പറയുന്നത്. എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്ന വാഹനമാണ്. അഡീഷണൽ ചെയ്തേക്കുന്നത് നമുക്ക് ഒരു ക്രോം യൂണിറ്റ്സ് നമുക്ക് ഹെഡ്ലൈറ്റിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ്സിലും ഒരു ക്രോം യൂണിറ്റ്സ് നമുക്ക് അഡീഷണൽ കാണാം. സ്കിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അടിയിലായിട്ട് വരുന്നുണ്ട്. ഒരു എയർ ഡാം യൂണിറ്റ്സ് നമുക്ക് മിഡിലായിട്ട് വരുന്നുണ്ട് വാഹനത്തിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് സൈഡ് പോർഷനിലോട്ട് പോകുമ്പം 18 ഇഞ്ച് അലോയ്സ് തന്നെയാണ് ഇതിനും വരുന്നത്. എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് വാഹനത്തിന് കിടക്കുന്നത്. ഇപ്പം ടയർ നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അധികം കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 2000-3000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. അപ്പം നമുക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ പ്രോപ്പറാണ്. ഓൾമോസ്റ്റ് എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലാണ്. വാഹനം എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിൽ യൂസ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രയിലോട്ട് വിസിറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. റിയറിലെ വിശേഷങ്ങളിലൂടെ നമുക്ക് കണ്ടുവരാം. വാഹനത്തിൻ്റെ പിൻവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് സ്റ്റോക്ക് കണ്ടീഷനുള്ള വാഹനമാണ്. അഡീഷണൽ ആയിട്ടൊരു ക്രോം എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് റിയറിലെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് സഫീഷ്യൻ്റായിട്ട് നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റും. ഇപ്പോൾ 7 മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു യൂട്ടിലിറ്റി നമുക്ക് കുറവ് വരും. എങ്കിൽ തന്നെയും നമുക്ക് ഓവറോൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് 7 പാസഞ്ചേഴ്സിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് അതിൻ്റെ സീറ്റിങ് കാര്യങ്ങളൊക്കെ ടൊയോട്ട ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും എല്ലാം 1 ടച്ച് ക്ലോസിംഗ് ആണ് വരുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു ക്രോം യൂണിറ്റ്സ് നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ബമ്പറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അതിന് അഡീഷണൽ സ്പെയർ ടയർ കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അത് നമുക്കൊന്ന് കാണാം. അതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിലാണ് വാഹനം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു ഷോറൂമിൽ വെഹിക്കിൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു അതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഉള്ളത്. നമുക്ക് സ്റ്റിയറിംഗിൽ നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ റാപ്പിഡ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുപോലെ ക്രോമിൻ്റെ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഒരു സിൽവർ ഫിനിഷിങ് നമുക്ക് സെൻട്രലായിട്ട് കാണാം. അനലോഗ് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റ്സ് ആണ് വാഹനത്തിന് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വാഹനത്തിൽ വരുന്നുണ്ട്. പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ പാഡൽ ഷിഫ്റ്റ് ഓപ്ഷൻസ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. 4x4 മോഡലാണ് വാഹനം, ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ നമുക്ക് ഓഡിയോയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അവർ ലോഡ് ചെയ്തേക്കുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ ആണ്. നമുക്ക് GPS എല്ലാം ഇൻബിൽറ്റ് വരുന്നുണ്ട് അതിനകത്ത്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് അതിൻ്റെ ഫിനിഷിംഗ് എല്ലാം വരുന്നത്. അതുപോലെ ഒരു ലെതറിൻ്റെ ഒരു സ്ട്രിപ്സ് നമുക്ക് സൈഡിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ ഡോറിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി തന്നെയാണ് വാഹനം നൽകുന്നത്. അതുപോലെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളിൽ കസ്റ്റമൈസ് ചെയ്ത് ഇറക്കിയേക്കുന്ന ഒരു സീറ്റിംഗ് ഓപ്ഷനാണ് നമുക്ക് ഈ വാഹനത്തിൽ ഉള്ളത്.
അതുപോലെ നമുക്ക് ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആംബ്രസ്റ്റ് വിത്ത് ആംബ്രസ്റ്റ് ആണ് വരുന്നത്. നമുക്ക് യൂട്ടിലിറ്റി അതുപോലെ തന്നെ വാഹനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ക്യാരി ചെയ്യാനായിട്ടുള്ളൊരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ എക്കോ ഡ്രൈവ് മോഡ്, പവർ മോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് സെൻട്രൽ പോർഷനിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഒരു ക്രോം എലമെൻസോട് കൂടിയ ഒരു വുഡ് ഫിനിഷിനോട് കൂടിയ ഒരു ഡിസൈനാണ് നമുക്ക് ഗിയർ ലിവറിൻ്റെ അവിടെ വരുന്നത്. അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വാഹനത്തിന് വരുന്നത്. ഓവറോൾ വാഹനത്തിൻ്റെ യൂട്ടിലിറ്റിയും നമുക്ക് കംഫർട്ടും നോക്കുകയാണെങ്കിൽ സൂപ്പറാണെന്ന് തന്നെ പറയാം. വാഹനത്തിൻ്റെ സെക്കൻഡ് റോ നോക്കുകയാണെങ്കിലും വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് നമുക്ക് വാഹനത്തിൽ കിട്ടുന്നുണ്ട്. എത്രയും ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിലും വളരെ കൂളായിട്ട് തന്നെ നമുക്ക് സിറ്റ് ചെയ്യുന്ന ടൈപ്പിലാണ് വാഹനത്തിൻ്റെ സീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാഹനം അതിൻ്റെ സീറ്റൊക്കെ റിക്ലൈനിങ് ചെയ്യാനായിട്ടുള്ള പൊസിഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി കംഫർട്ടായിട്ട് സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഒരു ആംബ്രസ്റ്റിൻ്റെ യൂണിറ്റ് സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കപ്പ് ഹോൾഡേഴ്സിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഓൾമോസ്റ്റ് ഇന്റീരിയറൊക്കെ നോക്കുകയാണെങ്കിലും വളരെ സ്റ്റൈലിഷ് തന്നെയാണ് വാഹനം. തേർഡ് റോ ആണെങ്കിൽ പോലും ചൈൽഡ് സീറ്റ് ആണെന്ന് തന്നെ പറയാം. എന്നാലും നമുക്ക് അഡൽസിനൊക്കെ സിറ്റ് ചെയ്യാവുന്ന ടൈപ്പിൽ തന്നെയാണ് അതിൻ്റെ സ്പേസ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തതായി 2021 ചേഞ്ചസ് ചെയ്ത് ഇറക്കിയ ഒരു മോഡലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. 2021 4x2 ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. 46,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. അതിൻ്റെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വാഹനത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് നോക്കുകയാണെങ്കിൽ ഫുള്ളി ക്രോം മാറിയിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു ഗ്രില്ലാണ് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഹെഡ്ലൈറ്റിൽ നമുക്കൊരു ഡിസൈൻസിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഡേ നൈറ്റോട് കൂടിയ ഒരു ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റ്സ് ആണ് വാഹനത്തിന് ഇപ്പം നൽകിയിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെ ഒരു വൈഡായിട്ടുള്ള ഒരു ക്രോംസ് അതിൻ്റെ എൻഡ് വരെ നമുക്ക് വരുന്നുണ്ട്. ഗ്രില്ലിൻ്റെ എൻഡ് വരെ കൊടുത്തിരിക്കുന്നു. കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റ് LED ഫോഗ് ലാംപ്സ് ആക്കിയിട്ടുണ്ട്. 2021 മാറ്റം വന്നതാണ്. ഒരു സ്മോൾ ടൈപ്പ് ഫോഗ് ലാംപ്സ് ആണ് ഇപ്പം നമുക്ക് ടൊയോട്ട വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. എയർ ഡാം യൂണിറ്റ്സ് നമുക്ക് ക്രോം ഫിനിഷിങ്ങിലുള്ള സിൽവർ വിത്ത് ക്രോം ഫിനിഷിങ്ങിലുള്ള ഒരു എലമെൻറ്റ്സ് തന്നെയാണ്, ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് തന്നെ നമുക്കൊരു എയർ ഡാം യൂണിറ്റ്സ് കാണാം. അടിയിലായിട്ടൊരു സ്കിപ്പ് ലൈറ്റ് യൂണിറ്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഒരു LED ടൈപ്പ് ഫിനിഷിങ്ങിലുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സാണ് ഈ യൂണിറ്റിൽ വരുന്നത്. ഒരു ഫ്രണ്ടിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു സെൻസർ യൂണിറ്റ് കൂടെ വാഹനത്തിന് ആഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വാഹനത്തിന്റെ സൈഡ് വിശേഷങ്ങൾ നോക്കുകയാണെങ്കിലും നമുക്ക് ഇൻഡിക്കേറ്റർ വിത്ത് മിറർ, ഇൻഡിക്കേറ്ററോട് കൂടിയ ഒരു മിറർ യൂണിറ്റ്സ് കാണാം, റിയർ വ്യൂ മിറർ കാണാം. അതുപോലെ നമുക്ക് ക്രോം യൂണിറ്റ്സ് കുറച്ചുകൂടി വൈഡായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മോഡലിൽ ഇതിന്റെ എൻഡ് വരെ വന്നേക്കുന്നുണ്ട്. ക്രോം ഫിനിഷിങ് എൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്വാർട്ടർ ഗ്ലാസിന്റെ ഡിസൈൻസും കുറച്ചുകൂടി വൈഡാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് കുറച്ചുകൂടി വ്യൂവും വിസിബിലിറ്റിയും കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നുണ്ട് നമുക്ക്. അതുപോലെ നമുക്ക് ടയറിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ 17 ഇഞ്ച് അലോയ്സ് ആണ് നമുക്ക് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അഡീഷണൽ ആയിട്ടൊരു സ്റ്റെപ്പ് കൂടെ നൽകിയിരിക്കുന്നു. ഇൻബിൽറ്റ് വരുന്നത് തന്നെയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഓൾമോസ്റ്റ് ഒരു 200-ന് പുറത്ത് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഓഫ് റോഡിനും നമുക്ക് കേപ്പബിലിറ്റി ഉള്ള രീതിയിലാണ് ഫോർച്യൂണർ നൽകിയിരിക്കുന്നത്. അതുപോലെ വാഹനത്തിന്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. അതുപോലെ നമുക്ക് 6 സ്പോക്സ് വരുന്ന ഒരു അലോയ്സ് ആണ് ഇപ്പോൾ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അലോയിൽ ഒരു ഡിഫറൻസ്, അതിൻ്റെ ഒരു ഡിസൈൻസിലൊക്കെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിന്റെ പിൻവിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ടെയിൽ ലാമ്പ്സിന്റെ ഡിസൈൻസിലെ കാര്യങ്ങളിലൊക്കെ LED ടെയിൽ ലാമ്പ്സ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഡിഫോഗർ വരുന്നുണ്ട്, നമുക്ക് റിയർ വൈപ്പർ വരുന്നുണ്ട്, സ്പോയിലർ വിത്ത് സ്റ്റോപ്പ് മൗണ്ടഡ് വരുന്നുണ്ട്, ഷാർക്ക് ഫിൻ ആന്റിനാസ് വരുന്നുണ്ട്. ഇതെല്ലാം മറ്റു വണ്ടിയിൽ ഉള്ളതുപോലെ തന്നെയാണ്, എങ്കിലും കുറച്ച് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് സെൻസറിൻ്റെ ഒരു യൂണിറ്റ് നമുക്ക് ബമ്പറിൽ വരുന്നുണ്ട്. അടിയിലായിട്ട് സ്പെയർ ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഓപ്പറേഷൻസ് കാര്യങ്ങൾ നമുക്ക് വളരെ ഈസിയാണ്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ബൂട്ട് ഓപ്പണിംഗ് ആണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വൺ ടച്ച് രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്.
നമുക്ക് വാഹനത്തിന് ടൊയോട്ട നൽകിയിരിക്കുന്നത്. വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ വലിയ മാറ്റങ്ങളാണ് വാഹനത്തിന്റെ ഇന്റീരിയറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് മെയിനായിട്ട് നമുക്ക് പറയേണ്ടത് അതിന്റെ എന്റർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ്. നമുക്ക് 7 ഇഞ്ചിൽ നിന്ന് 8 ഇഞ്ചിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ്, കാർപ്ലേ, ആപ്പിൾ കാർപ്ലേ എല്ലാം അതിന് നമുക്ക് ഇൻബിൽറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിന്റെ ഫിനിഷിങ്ങിലെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ക്ലസ്റ്റർ യൂണിറ്റിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട്. നമുക്ക് പാഡൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡിസൈൻസിലൊക്കെ വളരെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഡാഷിന്റെ നമുക്ക് ഫിനിഷിങ്ങിലെ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ നമുക്ക് AC-യുടെ വെന്റ് കാര്യങ്ങളിലൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ലെതറിന്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 2 ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ടോപ്പിലുള്ള ഗ്ലോ ബോക്സിൽ നമുക്ക് ലെതറിന്റെ ഒരു ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വളരെ യൂട്ടിലിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് വാഹനത്തിന് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ടൊയോട്ട നൽകിയിരിക്കുന്നത്. ഓവറോൾ കുറച്ച് അതിന്റെ ഇന്റീരിയറിന്റെ കളർ കോമ്പിനേഷനും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ മോഡലിൽ വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു ഇന്റീരിയറാണ് 4x2 ഓട്ടോമാറ്റിക്കലി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് 2 സീറ്റും നമുക്ക് സീറ്റ് വെന്റിലേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തന്നെയാണ്. ചൂടായാലും തണുപ്പായാലും നമുക്ക് ക്രമീകരിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്ത് നമുക്ക് പോകുന്ന തരത്തിലാണ് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗിയറിന്റെ ലിവർ പൊസിഷന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ ഡിസൈൻസിലൊക്കെ വളരെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു കൺസോളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഡ്രൈവ് മോഡ്സ് നമുക്ക് ഒരു 3 മോഡ്സ് ഇപ്പം പുതിയ മോഡലിൽ വന്നിട്ടുണ്ട്. എക്കോ മോഡ്സ്, നോർമൽ മോഡ്സ്, അതുപോലെ അഡീഷണൽ സ്പോർട്ട് മോഡ്സും വരുന്നുണ്ട്. ഇപ്പം ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് സ്പോർട്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഈ മോഡലിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ആംറസ്റ്റ് വരുന്നത് ലെതർ ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി കംഫർട്ട് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. സീറ്റിന്റെ കുഷനിങ് കുറച്ചുകൂടി വൈഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി സീറ്റിംഗ് കംഫർട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡോറിൽ തന്നെ നമുക്ക് ഒരു ലെതർ വിത്ത് പിയാനോ ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ലെതർ വിത്ത് പിയാനോ ഫിനിഷിംഗ് ആണ് ഡോറിന്റെ കൺസോളിലൊക്കെ കൊടുത്തേക്കുന്നത്. ഓവറോൾ കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്പേസ് കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെയാണ്. വളരെ വിശാലമായിട്ടുള്ള കംഫർട്ടായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ടൊയോട്ട ഫോർച്യൂണർ നൽകിയിരിക്കുന്നത്. ഇന്ന് അവതരിപ്പിച്ച 3 വാഹനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ വാഹനത്തിന്റെ കൂടുതൽ പ്രൈസ് മറ്റ് ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ന് അവതരിപ്പിച്ച എല്ലാ വാഹനങ്ങളുടെയും കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എക്സ്ട്രാവിൽ അവൈലബിൾ ആണ്. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനങ്ങളാണ്. അതുപോലെ ഫിനാൻസ് ആൻഡ് എക്സ്ചേഞ്ച് സ്കീം നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ലോ ആയിട്ടുള്ള സ്കീമുകളെല്ലാം എക്സ്ട്രാവിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് പുതിയ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ മറക്കരുത്. ഇന്ന് അവതരിപ്പിച്ച വാഹനങ്ങളുടെ പ്രൈസ് ഞങ്ങളൊന്ന് പറയുന്നതാണ്. 2018 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിന്റെ പ്രൈസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് 34.5 ലക്ഷമാണ്. സ്പെഷ്യൽ പ്രൈസിലാണ് ഈ വാഹനം നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത്. അതുപോലെ 2019 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിന്റെ പ്രൈസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് 38 ലക്ഷമാണ്. അതുപോലെ 2022 ഓട്ടോമാറ്റിക് 4x2 വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. ഇതിന്റെ പ്രൈസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് 43 ലക്ഷമാണ്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഷോറൂം ലൊക്കേഷൻ കാര്യങ്ങൾ ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നതാണ്. എല്ലാവർക്കും വെൽക്കം. ഇന്ന് പരിചയപ്പെടുത്തുന്ന 3 വാഹനങ്ങളുടെയും ഹിസ്റ്ററി, മെയിൻ്റനൻസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം എക്സ്ട്രാവിൽ അവൈലബിൾ ആണ്. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനങ്ങളാണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള 3 ഓട്ടോമാറ്റിക് വേരിയൻസിനെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതുമാത്രമല്ല ഇതിന്റെ എല്ലാ മോഡൽസും സിംഗിൾ ഓണർഷിപ്പിലിരിക്കുന്ന വാഹനമാണ്. അപ്പം ബാക്കി വാഹനത്തിന്റെ മറ്റ് ഡീറ്റെയിൽസ്, പ്രൈസ് അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാം. അതുപോലെ നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ലുലു മാളിനും കഴക്കൂട്ടത്തിനും മധ്യേ ഇൻഫോസിസിനും USTക്കും ഓപ്പോസിറ്റ് ആയിട്ട് അൽസായ അറീനയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു.